കർത്താവിൻ്റെ മഹത്വം. ഇന്നും പകലിൽ ഒരു നിമിഷം നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഫാദർ, വി താങ്ക് യു. പിതാവേ, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് മഹത്വം. പുത്രനായ യേശു കർത്താവെ, ഇന്ന് പകലിലെ ഈ ഒരു സഭയുടെ മധ്യത്തിൽ എൻ്റെ യേശു വന്നതിനായി സ്തോത്രം. ആയതിനാൽ ഞങ്ങളുടെ കണ്ണുകളൊന്ന് തുറക്കണമേ അപ്പാ. അങ്ങയുടെ മഹത്വം ഒന്ന് കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകൾ അനവധിയുണ്ടല്ലോ, അതെല്ലാം യേശു തൻ്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കി അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ തക്കോണം യോഗ്യതയെ തന്നതിനായി സ്തോത്രം. ലോർഡ്, യു സ്പീക്ക് ത്രൂ അസ് എ ഗോഡ്. ഞങ്ങളുടെ ഹൃദയത്തിലൂടെ, ഞങ്ങളുടെ നാവിലൂടെ സംസാരിക്കണമേ. ഞങ്ങളുടെ ജഡമോ വിളങ്ങാതെ യേശുവിൻ്റെ മഹത്വം വിളങ്ങാൻ തക്കവണ്ണം ദൈവം സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാവിലെ ഇവിടെ വന്ന് റോച്ചാൻ, പാസ്റ്റർ ഡാനിയൽ, ലിസ, കുഞ്ഞുങ്ങൾ സഭയോടൊത്ത് ദൈവത്തെ സ്തുതിപ്പാൻ തക്കോണം, ആരാധിപ്പാൻ തക്കോണം ദൈവം വലിയ അവസരത്തിനായി സ്തോത്രം. ദാസൻ പറഞ്ഞ പോലെ ഞാൻ സിഡ്നിയിലായിരിക്കുന്നു. ഏകദേശം 18-20 വർഷമായി ആ പ്രദേശത്ത് വസിക്കുന്നു. കുടുംബമായിട്ട് 2 കുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങൾ. ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഒരാൾ 7th പഠിക്കുന്നു. ഇതെന്നെക്കുറിച്ച് ഒരു ഷോർട്ട് സമ്മറി. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് റഷ്യയിലെ അനുഭവത്തിലോട്ട് വന്നു. എൻ്റെ സഹോദരി അതിനുശേഷം പാഷനേറ്റായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. എൻ്റെ പിതാവിനെയും എൻ്റെ സിസ്റ്ററിനെ നോക്കിയാൽ ഒരു 2 പേരും ഫുൾ ടൈം ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പ ഒരു 40 ഇയേഴ്സിലാണ് കർത്താവിനെ അറിഞ്ഞത്. ഒരു റാഡിക്കൽ ക്രിസ്ത്യനായി, ഒരു സാധാരണ കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ വന്നപ്പോൾ എങ്ങനെ മാറുമെന്ന് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. ബലമില്ലാത്തവനെ ദൈവം ബലമുള്ളവനാക്കി മാറ്റും. ദൈവത്തിന് നല്ലൊരു പ്രോമിസ് ഉണ്ട്. ഫോർ ഹി ഹാസ് ചോസൻ ദ ഫൂളിഷ് തിങ്സ് ഓഫ് ദ വേൾഡ് ടു ഷെയിം ദ വൈസ്. ഹി ചോസ് ദ വീക്ക് തിങ്സ് ഓഫ് ദ വേൾഡ് ടു ഷെയിം ദ സ്ട്രോങ്. അപ്പം കഴിവിലല്ല, ശക്തിയിലല്ല, ബലഹീനതയിലാണ് കൂടുതലും ദൈവത്തിൻ്റെ കൃപ വരുന്നത്. താഴ്ന്ന പ്രദേശത്തോട്ട് വെള്ളം ഒഴുകി വരുന്നത്. മേളിലോട്ടല്ല, കുന്നിൻ്റെ മേളിലോട്ട് ഒരിക്കലും വെള്ളം ഒഴുകുന്നത് കണ്ടിട്ടില്ല. താന്നിരിക്കുന്ന ഭാഗത്തോട്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമായിരിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം, എനിക്ക് തോന്നുന്നു പത്രോസിൽ യാക്കോബിൽ പറയുന്നു, ഹി ഗിവ് ഗ്രേസ് ടു ദോസ് ഹു ആർ ഹംബിൾ. താഴ്ന്നിരിക്കുന്നവർക്ക് ദൈവം തന്നെ കൃപയെ കൊടുക്കുന്നു. ബട്ട് ഹി റെസിസ്റ്റ് ദ പ്രൗഡ്. അഹങ്കാരികളെ ദൈവം തള്ളുന്നു. സോ വി ഡോണ്ട് വാണ്ട് ടു ബി തള്ളലിൻ്റെ മധ്യത്തിൽ നിൽപ്പാൻ നമുക്ക് ആവശ്യമില്ല. സോ വെൻ വി ഹംബിൾ അവർ സെൽസ്, ഗോഡ് ഗീവ്സ് ദ ഗ്രേസ്. ഒന്ന് താന്നു കൊടുക്കുമ്പോൾ കർത്താവ് തൻ്റെ കൃപയെ അയക്കും. അങ്ങനെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നൊരു ദൈവത്തിൻ്റെ ശക്തിയെ കണ്ടാണ് ഞാൻ വളർന്നത്. അതിനുശേഷം എൻ്റെ സഹോദരി അനുഭവത്തിലോട്ട് വന്നു. അങ്ങനെ പാഷനേറ്റായിട്ട് കർത്താവിനെ സെർവ് ചെയ്യാം. വിവാഹത്തിന് മുമ്പേ ഞാൻ ഓർക്കുന്നു, കച്ചേരിപ്പടി കോളേജിൽ പഠിക്കുമ്പോഴെല്ലാം ട്രാക്ട് കൊടുക്കാൻ വേണ്ടി അന്നേരം എനിക്കും നാണക്കേടായിരുന്നു, മമ്മിക്കും ചെറിയൊരു നാണം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം ദൈവം മാറ്റി ഇനി പാഷനേറ്റായിട്ട് കർത്താവിനെ സെർവ് ചെയ്യാൻ. അങ്ങനെ എൻ്റെ അമ്മ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ്. അങ്ങനെ കർത്താവിനെ അറിഞ്ഞ സമയത്ത് പലപ്പോഴും ഞാൻ ഓർക്കുന്നു, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 30 ഇയേഴ്സ് ബാക്ക് യേശുവിനെ അറിഞ്ഞ സമയത്ത് നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് കർത്താവിനുള്ള അമിതമായ ആഗ്രഹം കൊണ്ടും സ്നേഹം കൊണ്ടും അല്ല ഒരു പക്ഷേ ഞാൻ വന്നത്. എൻ്റെ കർത്താവ് ഇന്ന് മരിച്ചു പോയാൽ എനിക്ക് നരകത്തിൽ പോകണ്ട, എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നൊരു ആഗ്രഹത്തിലാണ്. എന്നാൽ അതങ്ങനെ ഒരു അനുഭവം ദൈവം തന്നാലും വർഷങ്ങൾക്ക് ശേഷം ദൈവം ചില അനുഭവങ്ങളിലൂടെ നടത്തി കർത്താവിൻ്റെ മഹത്വം എന്തെന്ന് കാണിച്ചു. കർത്താവിനെ സ്നേഹിക്കുമ്പോൾ കർത്താവ് തന്നെ, ഹീ ഈസ് ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ് ഓഫ് എവറിത്തിങ്. എല്ലാ ആദിയും അന്തവും എല്ലാം. ഹീ ഈസ് ദ ഓൾ ഇൻ ഓൾ. ഹീ ഈസ് എവറിത്തിങ്. എബ്രായ ഇതിൽ പറയുന്നു, ഹീ സസ്റ്റെയിൻസ് ദ ഹോൾ വേൾഡ്. ആറ്റംസ് രണ്ടും കണക്ട് ചെയ്യുന്നില്ലേ, 2 സാധനങ്ങൾ. ഹീ ഈസ് ദ വൺ ഹൂ സസ്റ്റെയിൻസ് എവറിത്തിങ്. എല്ലാത്തിനെയും കൂട്ടിയോജിപ്പിച്ച് നിർത്തുന്നത് കർത്താവാണ്. സോ വെൻ യു സീ എ വിഷൻ ഓഫ് കർത്താവിൻ്റെ ഒരു മഹത്വം കാണുമ്പോൾ യുവർ ഹാർട്ട് ഈസ് ഫുൾ ഓഫ് ജീസസ്. Your heart, no, I'm not saying that my heart is full of, I'm saying that my heart's passion is to have him come inside me and live inside me. Hallelujah. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ ദൈവം കടത്തിവിടും. ഇന്ന് പകലിൽ ആ സങ്കീർത്തനം വായിച്ചപ്പോൾ അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇപ്രകാരം ഉണ്ടായിരുന്നു. അത് 23-ാമത്തെ വാക്യം 139. Search me, God, and know my heart. Test me and know my anxious thoughts. എൻ്റെ ഹൃദയത്തെ ഒന്ന് സെർച്ച് ചെയ്ത് കർത്താവെ ഒന്ന് കാണണമേ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ വചനത്തിൽ എൻ്റെ ഹൃദയത്തിൽ വന്ന ചില തോട്ട്സ്. യെരമ്യായുടെ പ്രവചനത്തിൽ 17-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, ദ ഹാർട്ട് ഈസ് ഡിസീറ്റ്ഫുൾ എബവ് ഓൾ തിങ്സ്. എല്ലാത്തിനേക്കാളും വഞ്ചനയുള്ളതാ ഹൃദയം. നമ്മുടെ ഹൃദയം ഇറ്റ്സ് ആക്ച്വലി ഡിസീറ്റ്ഫുൾ above all things. എല്ലാത്തിനെയും കാലം വഞ്ചനയുള്ളതാ. ആൻഡ് ബിയോണ്ട് ക്യൂർ, ഒരു ശാന്തിയില്ലാത്തത്. ഹൂ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്?
I, the Lord, search the heart and examine the mind to reward each person according to their conduct, according to what their deeds reserve. കർത്താവ് ഹൃദയത്തെ പലപ്പോഴും ശോധന ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം പലപ്പോഴും രണ്ട് ഭാഗങ്ങളുണ്ടെന്ന്, മനസ്സ്, ഒന്ന് ഹൃദയം. അതുകൊണ്ട് എബ്രായീയ ലേഖനം 4:12 പ്രകാരം പറയുന്നു, ഫോർ ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് ഷാർപ്പർ ദാൻ എ ഡബിൾ-എഡ്ജ് സോർഡ്. ഇരുവായത്തിലുള്ള വാളിനേക്കാളും മൂർച്ചയേറി. എന്തിനാ? സന്ധിമജ്ജകളെ വേർതിരിക്കാം. അത് മാത്രമല്ല, ടു ഡിവൈഡ് ദ തോട്ട്സ്. ഒന്ന് വാക്യം കാണിക്കാവോ? ഫോർ ദ joints and marrows and is discerner of the thoughts and the intents of the heart. കേട്ടോ, തോട്ട്സ് എവിടെയാണ് നടക്കുന്നത്? മനസ്സിലാ. ഇൻറ്റൻസ് ഓഫ് ദ ഹാർട്ട് എവിടെയാണ്? ഹൃദയത്തിലാ. പലപ്പോഴും നമുക്ക് ഇൻറ്റൻസ് ഓഫ് ദ ഹാർട്ട് നമുക്ക് വെളിപ്പെടുത്തില്ല. നമുക്ക് വെളിപ്പെടുന്ന നമ്മുടെ ചിന്തയിൽ ഓടുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് നല്ലതെന്ന് വിചാരിച്ചു ഞാൻ ചെയ്യുന്നു, പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് എൻ്റെ ഇൻറ്റൻഷൻ എന്തുവാ, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ഉദ്ദേശം എന്തുവാ. വേർഡ് ഓഫ് ഗോഡ് ഡിസേൺസ് ഇറ്റ്. ദൈവവചനം അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇറ്റ്സ് ലൈക്ക് എ സർജിക്കൽ നൈഫ്, ഒരു മൂർച്ചയേറിയ വാള. അത് രോഗശാന്തി മാത്രമല്ല വരുത്തുന്നത്, അത് ഹൃദയത്തിൻ്റെ ഉദ്ദേശം ഒരു കാര്യം ചെയ്യുമ്പോൾ വെസ് ദ തോട്ട്സ് ഇൻ യുവർ മൈൻഡ്. നമ്മുടെ മനസ്സ് പലപ്പോഴും നമുക്ക് സപ്പോർട്ടായിരിക്കും. ഞാനൊരു നല്ല കാര്യം ചെയ്യുന്നു, പക്ഷെ അതിൻ്റെ ബാക്കിലുള്ള ഉദ്ദേശം എന്തുവാ. സോ യു ഓൾവേസ് നീഡ് ടു ഡിസേൺ ദാറ്റ്. അതുകൊണ്ടല്ലേ അനന്യ സഫൈറ ആ ആദ്യ നാളുകളിൽ അങ്ങനെ അവരുടെ പ്രോപ്പർട്ടി അവർ വിറ്റു, ദൈവസഭയിൽ കൊണ്ടുവന്നു, പക്ഷെ ഫുൾ കൊടുത്തില്ല. പക്ഷെ ഒരു ഇംപ്രഷൻ കൊടുത്തു, എല്ലാവർക്കും ഒരു ഇംപ്രഷൻ കൊടുത്തു, ഞാൻ മുഴുവനും കൊടുക്കുവാന്നുള്ളത്. എന്തു അവർക്ക് പറ്റിയത്? ദ ഇൻറ്റൻഷൻസ് ഓഫ് ദ ഹാർട്ട്സ് വെർ നോട്ട് റൈറ്റ്, ദ തോട്ട്സ് വെർ റൈറ്റ്. അവരുടെ മനസ്സിലെല്ലാം ഓക്കെ ആയിരുന്നു. അവർ പറഞ്ഞു ഞങ്ങളും എല്ലാവരെ പോലെയും 100% കമ്മിറ്റഡ് വിശ്വാസികളാണ്, കൊടുത്തു. എന്നാൽ ഇൻറ്റൻഷൻ ഓഫ് ദ ഹാർട്ട് കുറച്ച് എനിക്ക് വേണം. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല പൈസയൊന്നും, പക്ഷേ ദൈവം ഹൃദയശുദ്ധിയെ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യെരമ്യാവിൻ്റെ വചനത്തിൽ പറയുന്നത്, the heart is extremely deceptive, therefore you need to be careful. You need to ask, Lord, search my heart, Lord. എൻ്റെ ഹൃദയത്തിൽ ഒന്ന് ശോധന ചെയ്യണമേ, അതിൻ്റെ അകത്തുള്ള കാര്യത്തെ ഒന്ന് വെളിപ്പെടുത്തണമേ. അത് പ്രാർത്ഥനയിൽ മാത്രമല്ല, ദൈവവചനത്തിലും ദൈവവചനത്തിൻ്റെ അകത്തുള്ള ധ്യാനത്തിലുമാണ് അത് ദൈവം വെളിപ്പെടുത്തി തരുന്നത്. അങ്ങനെ ആ ദൈവവചനത്തോടുള്ളൊരു പാഷനേറ്റിൽ പലപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ചില അവസ്ഥകളെ ദൈവം എക്സ്പോസ് ചെയ്യാൻ തുടങ്ങി. പലപ്പോഴും ഞാൻ ഓർക്കുന്നു, ഞാനിപ്പോൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ there are so many messages flying out, either pointing finger at others or pointing finger at someone else. But നമ്മുടെ എല്ലാവരും ആഗ്രഹം മറ്റുള്ളവരൊരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാനാ. ആ വ്യക്തി ഇങ്ങനെയാ, ആ വ്യക്തി ഇത്രയേ ഉള്ളൂ, ആ വ്യക്തി അത്രയും വലുതാ. പക്ഷെ അതിലും വലിയ സംഭവം നമ്മുടെയൊക്കെ ഉള്ളത്തിലിരിക്കുന്നത്. അതുകൊണ്ട് ഐ ഷുഡ് ബി ഓൾവേസ്, ലോർഡ് വാട്ട് ഈസ് റോങ് വിത്ത് മീ, ഷോ മീ ലോർഡ്, ഷോ മീ ലോർഡ്. എൻ്റെ ഉള്ളം എങ്ങനെയാപ്പാ. അതുകൊണ്ടല്ലേ യേശു പ്രാർത്ഥിക്കാൻ പഠിച്ചപ്പോൾ, ഞങ്ങൾ വിശ്വാസത്തിന് മുമ്പ് യാക്കോബയിലായിരുന്നു, അന്ന് എന്നും വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ സ്വർഗ്ഗസ്ഥനായ പിതാവേ നിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അത് ഒരു പക്ഷേ വിശ്വാസത്തിൽ വന്നപ്പോൾ ആ ഒരു പ്രാർത്ഥന അങ്ങ് പോയി, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. പക്ഷേ യേശു പറഞ്ഞു, പ്രേ ലൈക്ക് ദിസ്. ഡിസൈബിൾസ് ചോദിച്ചു, എങ്ങനെയാണ് കർത്താവെ പ്രാർത്ഥിക്കണ്ടേ? പ്രേ ലൈക്ക് ദിസ്. ഒരു 10 വർഷം മുമ്പ് ആ ഒരു വെളിപ്പാടിനാൽ ഞാൻ വീണ്ടും അത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കാണാതെ പഠിക്കുന്ന കാര്യമല്ല. കർത്താവേ, നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ എൻ്റെ ഈ ജീവിതത്തിൽ, ഞാൻ ഇന്ന് ഓഫീസിലോട്ട് പോവുക, ലോർഡ് ഹെൽപ്പ് മീ ടു ഡു യുവർ വിൽ. ലോർഡ് ഹെൽപ്പ് മീ ടു ഹാലോ യുവർ നെയിം. നിൻ്റെ നാമത്തെ എൻ്റെ പ്രവൃത്തിയിലൂടെ ഉയർത്തുവാൻ സാധിക്കണമേ. കർത്താവെ, നിൻ്റെ നാമത്തിൽ ദൂഷ്യം വരുന്ന ഒന്നും എൻ്റെ വായിൽ നിന്നോ എൻ്റെ സംസാരത്തിൽ നിന്നോ എൻ്റെ പ്രവൃത്തിയിൽ നിന്നോ വരരുതേ. വാട്ട് എ വണ്ടർഫുൾ പ്രേ. 3-ാമത്തെ വാക്യം, forgive us our sins, not forgive his sins. അവൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ, അങ്ങേരുടെ കുറവുകൾ പൊറുക്കണമേ. അഹങ്കാരിയെ അവൻ ദൈവം ഒത്തിരി കുഴപ്പമുള്ളവന്, അവൻ ദൈവം വഞ്ചനക്കാരന്. അങ്ങനെ നാട്ടുകാരുടെ കുറ്റമല്ല. ലോർഡ് ഇൻ മീ, ലോർഡ് ഇൻ മീ. The problem is in my heart. അതുകൊണ്ട് റോമർക്കെഴുതിയ ലേഖനം 3:23 പറയുന്ന, all have sinned and fallen short of the glory of the Lord. എല്ലാവരും ദൈവ തേജസ് ഇല്ലാതെ കൊള്ളരുതാത്തവരായിത്തീരുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞ നമ്മുടെ ഉള്ളത്തിലും ജഡമെന്ന സംഭവം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് 1 യോഹന്നാനിലെ 1-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു, if you claim to be without sin, you are deceiving yourself.
നിങ്ങൾ പറയുക ഞാൻ ഏറ്റവും പെർഫെക്റ്റ്, ഞാൻ ക്രിസ്തുവിനെ പോലെ, ഇനി എനിക്ക് മറ്റുള്ളവരെയൊക്കെ മെഷർ ചെയ്ത് നടന്നാൽ മതി, ഞാൻ വിശ്വാസിയായി, അതുകൊണ്ട് ഞാനെല്ലാം പെർഫെക്റ്റായി. അങ്ങനെയല്ല ദൈവവചനം പറയുന്നത്. ഇഫ് യു ക്ലെയിം ടു ബി വിത്തൗട്ട് സിൻ യു ഡിസീവ് യുവർ സെൽഫ്. ബട്ട് ഇഫ് യു കൺഫസ് യുവർ സിൻസ്, ലോർഡ് ജീസസ്, ഐ ഹാവ് സിൻഡ് ഇൻ ദിസ് സ്പേസ്, ഓ ലോർഡ്, ഐ ഹാവ് ഡൺ റോങ് തിങ് വിത്ത് ദിസ് പേഴ്സൺ, ഞാൻ ഈ വ്യക്തിയുമായിട്ട് ചിലത് ചെയ്തു, എന്നെ കർത്താവിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ്, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു ഫോർഗീവ് us from all our sins. പിന്നെ തിരുവചനം 1 യോഹന്നാനിൽ പറയുക, if you walk in the light as he is in the light, his blood will continually cleanse us from all our sins. ഒരിടത്തും പറയുന്നില്ല ക്രിസ്തുവിൻ്റെ രക്തം കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാക്യം ഒരു ഇഫ് ദെൻ കണ്ടീഷൻ ഉണ്ട്. പഠിക്കുന്ന പിള്ളേർക്കറിയാം, ഇഫ് എന്ന് പറഞ്ഞ ക്ലോസ് ഫില്ല് ചെയ്യാതെ ദെന്നിലോട്ട് പോകത്തില്ല. അതിനകത്ത് പറയാം, ഇഫ് യു വാക്ക് ഇൻ ദ ലൈറ്റ് ആസ് ഹി ഈസ് ഇൻ ദ ലൈറ്റ്, then his blood will continually cleanse it from your sins. അതിൻ്റെ അർത്ഥം എന്തുവാണെന്നറിയാമോ? എന്തുവാ വെളിച്ചത്തിൽ നടക്കുമെന്ന് പറഞ്ഞാൽ? വെളിച്ചത്തിൽ നടക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയവും എൻ്റെ കർത്താവെ ഇങ്ങനെയൊക്കെ എൻ്റെ അവസ്ഥകൾ തുറന്നു പറയുന്നതില്ല, ഒരു ഹോണസ്റ്റിയിലാണ്, ആ ഒരു വെളിച്ചത്തിൽ. അതുകൊണ്ട് മത്തായി 6:23 എന്ന് വിശ്വസിക്കുന്നു, ഇപ്രകാരം പറയുന്നു, ഇഫ് യുവർ ഐ ഈസ് ഗുഡ് your whole body is full of light. നിങ്ങളുടെ കണ്ണുകൾ ശുദ്ധമെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ വെളിച്ചത്തിലാണ്. എന്തുവാ കണ്ണുകൾ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം? ആംപ്ലിഫൈഡിൻ്റെ ഇതിൽ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ആ ഗ്രീക്ക് വേർഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ദ ഐ ഈസ് ദ കോൺഷ്യൻസ്. നിന്റെ മനസ്സാക്ഷി, നിന്റെ മനസ്സാക്ഷി സൂക്ഷിക്കുകയാണെങ്കിൽ, നിന്റെ മനസ്സാക്ഷി നിനക്കെതിരെ പോയിന്റിങ് ഫിംഗേഴ്സ് ഇല്ലെങ്കിൽ, യു ആർ വാക്കിംഗ് ഇൻ ദ ലൈറ്റ്. എല്ലാ ദിവസവും കർത്താവെ ഈ ഭാഗത്ത് തെറ്റ് വന്നു പോയി, ഓ കർത്താവെ ആ സഹോദരനോട് ഞാൻ പിണങ്ങി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ അവൻ്റെ രക്തം നമ്മളെ കഴുകി ശുദ്ധീകരിച്ച്, യു ആർ ആസ് ഗുഡ് ആസ് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയെ പോലെ ഒരു ശുദ്ധമായ ഒരു ഹൃദയം ദൈവം നമുക്ക് തരും. ഹഗായിയുടെ പ്രവചനത്തിലോട്ട് ഒന്ന് പോകാവോ? ഐ ഹാവ് 3 വേഴ്സസ് ഫ്രം ദെയർ. ഹഗായി, മലാഖി, സഖറിയ, പിന്നെ ഹഗായി. അതിൻ്റെ 1-ാം അധ്യായത്തിൽ 3, 5, 7 ഞാൻ തന്നെ വായിച്ചോളാം. അതിൻ്റെ അകത്ത് 3-ൽ പറയുന്നു, ഈസ് ഇറ്റ് ടൈം ഫോർ യു യുവർസെൽഫ് ടു ബി ലിവിംഗ് ഇൻ യുവർ പാനൽഡ് ഹൗസസ് വൈൽ ദിസ് ഹൗസ് റിമെയിൻസ് എ റൂയിൻ. എന്നിട്ട് കർത്താവ് പറയുക 5-ാമത്തെ വാക്യത്തിൽ, ഗിവ് കെയർഫുൾ തോട്ട് യുവർ വേസ്. ഗിവ് കെയർഫുൾ തോട്ട് ടു യുവർ വേസ്. നിങ്ങളുടെ വഴികളെ ഒന്ന് സൂക്ഷിക്കുക. യു പ്ലാന്റഡ് മച്ച് ബട്ട് ഹാർവെസ്റ്റഡ് ലിറ്റിൽ. യു ഈറ്റ് ബട്ട് നെവർ ഹാവ് ഇനഫ്. യു ഡ്രിങ്ക് ബട്ട് നെവർ ഹാവ് യുവർ ഫിൽ. യു പുട്ട് ഓൺ ക്ലോത്ത്സ് ബട്ട് ആർ നോട്ട് വാം. യു ഏൺ വേജസ് ഓൺലി ടു പുട്ട് ദം ഇൻ എ പേഴ്സ് വിത്ത് ഹോൾസ് ഇൻ ഇറ്റ്. ദൈവവചനം പറയുക, ഒന്ന് ശ്രദ്ധിച്ച് നിന്റെ ജീവിതത്തെ തന്നെ ഒന്ന് നോക്കുക. നീ കഴിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ വിശപ്പടങ്ങുന്നില്ല. നിനക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ നിൻ്റെ പോക്കറ്റ് കാലിയാവുക. ഇത് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന, എന്നാൽ പുതിയ നിയമത്തിൻ്റെ ഒരു ലെൻസിലൂടെ, ക്രിസ്തുവിൻ്റെ ലെൻസിലൂടെ ഈ വാക്യത്തിൽ നിന്ന് വായിച്ചാൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ചിലതൊന്നും നടക്കുന്നില്ല. ഉപവസിക്കുന്നുണ്ട്, പക്ഷെ കാര്യങ്ങൾ ശരിയാവുന്നില്ല. വചനം അമിതമായി വായിക്കുന്നുണ്ട്, പക്ഷെ വെളിപ്പാടുകളെ ദൈവം കിട്ടുന്നില്ല. വൈ ഈസ് ഇറ്റ് ഹാപ്പനിങ്? ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ, ബാബിലോണിൽ നിന്ന് ഇസ്രായേൽ മക്കളെ എസ്ര, നെഹമായ ആ ലീഡർഷിപ്പിൽ തിരികെ കൊണ്ടുവന്നു. അവർ ആലയം പണിയാൻ വേണ്ടി എണീച്ചു. അവർ തൻ്റെ ഫൗണ്ടേഷൻസ് എല്ലാം പണിതു. എന്നാൽ ഏകദേശം 16 വർഷം അവരുടെ ഹൃദയം ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രഷേഴ്സും ചില സാഹചര്യങ്ങളും ഒത്ത് അവർ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയുടെ മധ്യത്തിൽ അവരുടെ ഹൃദയത്തെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി രണ്ട് പ്രവാചകന്മാരെ ദൈവം ഈ ഭൂമിയിലോട്ട് വിട്ടു. ഒന്ന് ഹഗായ്, 2 സഖറിയ. 1-2 അധ്യായങ്ങളെ ഹഗായി എഴുതിയിട്ടുള്ളൂ. ആ ചുരുക്കം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ അതിനൊരു ഉത്തരം കിട്ടുന്നില്ല. നിങ്ങൾ വചനം വായിക്കുന്നുണ്ട് എന്നാൽ ഒരു വെളിപ്പാട് ലഭിക്കുന്നില്ല. അത് കാരണം ലോകം അതിൻ്റെ അകത്തോട്ട് കയറി. പ്രഷേഴ്സ് ഓഫ് ദ വേൾഡ് ഹാസ് ഗോൺ ഇൻസൈഡ് അവർ ഹാർട്ട്സ്. അപ്പം അതിന് സൊല്യൂഷനായിട്ട് ഹഗായി പറയുന്ന വാക്യം, 7-ാമത്തെ വാക്യം, ഗിവ് കെയർഫുൾ തോട്ട് ടു യുവർ വേസ്. 3 കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പറയുന്നു. ഗോ അപ്പ് ഇൻ ടു ദ മൗണ്ടൻസ്, 1-ാമത്തത്. 2, ബ്രിങ് ഡൗൺ ദ ടിംബർ, ഒരു തടി വെട്ടിക്കൊണ്ടുപോവാ. 3, ബിൽഡ് മൈ ഹൗസ്, 3 എൻ്റെ ആലയത്തെ പണിയുക. ഞാനിത് ധ്യാനിച്ചപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ചില കാര്യങ്ങൾ,
വെൻ യു സേ ഗോ അപ്പ് ടു ദ മൗണ്ട്, ഒരു മലയുടെ മുകളിലോട്ട് പോകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ഹൃദയം ഇപ്പോഴും ശൂന്യതകളുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ എമ്മാവസിലോട്ട് പോയ 2 ശിഷ്യന്മാർ യേശുമൂത്ത് നടന്നപ്പോൾ അവർ പറഞ്ഞു, അവൻ്റെ വചനം നമ്മൾ കേട്ടപ്പോൾ നമ്മുടെ ഹൃദയത്തിന് ചൂട് പിടിച്ചിരുന്നു. ഹാർട്ട് വാസ് ബേണിങ്, കത്തുമായിരുന്നു. അങ്ങനെ ഒരു കത്തുന്ന അനുഭവമാണ് യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളം. ഇഫ് അവർ ഹാർട്ട് ഈസ് നോട്ട് ബേണിങ്, വി ആർ നോട്ട് പോയിന്റിങ് ഫിംഗേഴ്സ് അറ്റ് സമ്മൺ എൽസ്. എൻ്റെ അപ്പൻ്റെയും എൻ്റെ അമ്മയുടെയും എൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെ നേരെ പോയിന്റ് ചെയ്യുകയല്ല. സംതിങ് ഈസ് റോങ് ഇൻ മൈ ഹാർട്ട്. എൻ്റെ ഹൃദയം കത്തുന്നില്ലെങ്കിൽ, എംബാവസിലോട്ട് പോയ ശിഷ്യന്മാരുടെ ഹൃദയം കത്തി. അപ്പോൾ ദൈവം പറഞ്ഞു, അവർ ആ വാക്യത്തിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്ക്രിപ്റ്റേഴ്സ് വെർ ഓപ്പൺ. 3 കാര്യങ്ങൾ തുറന്നു. അവരുടെ കണ്ണുകൾ തുറന്നു, അവരുടെ മനസ്സ് തുറന്നു, അവരുടെ വചനം തുറന്നു, അവർക്ക് വെളിപ്പെട്ട് കിട്ടി. അപ്പോൾ ഈ മലയുടെ മുകളിലോട്ട് പോകുന്ന അനുഭവം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു ഫസ്റ്റ് മെൻഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഏതൊരു വാക്യം പഠിക്കും, ഞാൻ പഠിക്കുന്നത് ഇങ്ങനെയാണ്: ഹോപ്പ്, ഫെയ്ത്ത്, ഗ്രേസ്, മേഴ്സി, വേർഷിപ്പ്. ഇങ്ങനെയുള്ള വാക്കുകൾ പഠിക്കണമെങ്കിൽ യു സെർച്ച് കൺകോർഡൻസ് വിത്ത് സെർച്ച് ചെയ്തിട്ട് ഏറ്റവും ഫസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്ന യു വിൽ ഗെറ്റ് എ ക്ലൂ. ഇറ്റ് ബിക്കംസ് എ സീഡ്. ആ സീഡ് മനസ്സിലാക്കാൻ പറ്റും. ഒരു മൗണ്ട് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസിലേക്ക് നമ്മൾ ബൈബിൾ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഏബ്രഹാം ടുക്ക് ഐസക് ഇൻ ടു ദ മൗണ്ട് of Moriah and then sacrifice. He provided a sacrifice in the top of the mountain. ഒരു സാക്രിഫൈസിൻ്റെ എക്സ്പീരിയൻസിന് ഒരു മൗണ്ടനിലോട്ട് പോകുന്ന അനുഭവം. എന്നാൽ അത് വ്യക്തമായിട്ട് പറയുന്നത് വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മളൊരു ചിത്രം കാണുന്നുണ്ട്. ഒരു കൂട്ടം ജനത്തെ മൗണ്ട് സയനിൽ കൊണ്ട് നിർത്തിയിട്ട് കർത്താവുമായി നിൽക്കുന്ന ഒരു അനുഭവം. അത് വെളിപ്പാടിൻ്റെ 14 ഇപ്രകാരം വ്യക്തമായിട്ട് പറയുന്നു. 14:1, then I looked and there before me was the Lamb standing on Mount Zion. മലയുടെ മുകളിൽ ആരാ നിൽക്കുന്നതെന്നറിയാവോ? യേശുവ. If you want to be blessed this year, go unto the mountain to be with Jesus. യേശുവുമായിട്ട് നിൽക്കാൻ വേണ്ടി, യേശുവിൻ്റെ സമീപത്തേക്ക് ചെല്ലുന്ന ഒരു അനുഭവമായി മൗണ്ടൻ്റെ മേൾ. അത് നമ്മളെ ജഡത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. അത് റെവലേഷൻ 21, വെളിപ്പാടിൻ്റെ 21-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ആൻഡ് ഹി ക്യാരിഡ് മീ എവേ ഇൻ ദ സ്പിരിറ്റ് ടു ദ മൗണ്ടൻ. അപ്പോൾ എങ്ങനെ പോകുന്ന മലയുടെ മുകളിലോട്ട്? നോട്ട് ബൈ യുവർ ഫ്ലഷ് ബട്ട് ഇൻ ദ സ്പിരിറ്റ് ഗോ അപ്പ് ടു ദ മൗണ്ടൻ. അതുകൊണ്ട് വെളിപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ പറഞ്ഞ, ആൻഡ് ഓൺ ദ ലോർഡ്സ് ഡേ ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. ഞാൻ ആത്മാവിലായിരുന്നു എന്ന് ദൈവത്തിൻ്റെ ആ നാളിൽ, ഓൺ ദ ലോർഡ്സ് ഡേ, നോട്ട് ഓൺ സൺഡേ ബട്ട് ഓൺ ദ ലോർഡ്സ് ഡേ. എവറി ഡേ ഈസ് ലോർഡ്സ് ഡേ. ഓൺ ദ ലോർഡ്സ് ഡേ ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. ആൻഡ് ദെൻ 21 പറയുക, അവൻ എന്നെ ഒരു മലയുടെ എങ്ങനെയാ? ആത്മാവിൽ. So there has to be some experience where we go up to Jesus because he is the perfection of everything. He is the beginning and the end. അവന് ആദിയും അന്തവും. നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് റോമർക്ക് 8:29 പറയുന്നു, എന്തു എൻ്റെ ഡെസ്റ്റിനേഷൻ, ഞാൻ എങ്ങനെ ആയിത്തീരണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. എനിക്കൊരൊറ്റ ഡെസ്റ്റിനേഷനേ ഉള്ളൂ. ഞാൻ പഠിച്ച് കളക്ടറായി, അല്ലെങ്കിൽ ഞാനൊരു പഠിച്ച എഞ്ചിനീയറായി, കാശ് വാങ്ങിച്ച് വലിയൊരു വീട് വാങ്ങിച്ച് വലിയൊരു കാർ വാങ്ങിച്ച് സമ്പത്തോട് എല്ലാം അക്യൂമുലേറ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ല. ഈ ഭൂമിയിൽ കിട്ടുന്ന 70-80 വർഷം ഞാൻ യേശുവിനെ പോലെ ആയിത്തീരാനാണ്, യേശുവിൻ്റെ മെച്യൂരിറ്റിയുമായിട്ട് ഉയരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രക്ഷയുടെ അനുഭവം ഒന്ന്, വളരുന്ന ഒരു അനുഭവം. അതുകൊണ്ട് എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്, ടു ഗ്രോയിങ് അൺടു മെച്യൂരിറ്റി അപ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ തലയോളം വളരുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. സോ അങ്ങനെ മലയുടെ മുകളിൽ പോകുന്ന ഒരു അനുഭവം. യു ഹാവ് ടു ഗോ അപ്പ് ടു ജീസസ്. ലോർഡ് ജീസസ്, you are the only one, oh Lord. My heart's desire is only you, Lord. Let me come to you, Lord. Let you be the only source of every single blessing in my life, oh Lord. എന്നിട്ട് മലയാളം മോളെ പോയിട്ട് കാര്യമില്ല. എന്നിട്ട് എന്തുവാ ചെയ്യേണ്ടത്? യു നീഡ് ടു ബ്രിങ് ദ ടിംബർ ഡൗൺ. മരത്തെ വെട്ടിക്കൊണ്ടുവരാം. ഞാൻ ഇങ്ങനെ അത് മനസ്സിലാക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, വാട്ട് ഡു യു സേ ദ പീപ്പിൾ സേ അബൌട്ട് ദ സൺ ഓഫ് മാൻ? മനുഷ്യപുത്രനെ കുറിച്ച് ജനങ്ങൾ എന്തുവാ പറയുന്നത്? അപ്പം ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ പറയുന്നു ഹീ ഈസ് എ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു, ചിലവർ എലൈജ എന്ന് പറയുന്നു, ചിലവർ ജെറമ്യ എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്തുവാ പറയുന്നത്? വാട്ട് ആർ യു സേയിങ്? അന്നേരം പത്രോസ് ചാടി എണീച്ച് പറഞ്ഞു, യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗാഡ്. അന്നേരം യേശു പറഞ്ഞു,
The flesh and blood has not revealed this to you. ജഡരക്തങ്ങൾ നിനക്കത് വെളിപ്പെടുത്തിയില്ല, മറിച്ച് ആരാ? The Father has revealed it to you. അന്നേരം യേശു മറുപടി പറഞ്ഞത് എങ്ങനെയാ? Peter, you are a rock. And Peter, you are a rock. On this rock I will build my church. എന്തു ആ പാറക്കല്ല്? പലരും പറയും അത് ക്രിസ്തു എന്ന ഇതാണെന്ന് പറയും. പക്ഷെ ഞാൻ ആ വചനം കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇതാ. കർത്താവ് പറഞ്ഞു, ജഡരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തിയത്, മറിച്ച് ആരാ? പിതാവ് വെളിപ്പെടുത്തിയത്. The revelation given by the Father. The Father has revealed something. ആ വെളിപ്പാടിൻ്റെ മേളിൽ സഭയെ പണിയുന്നേ. ക്രിസ്തുവാണ് സഭയുടെ മൂലക്കല്ല്, ക്രിസ്തുവാണ് സഭയുടെ എല്ലാം. എന്നാൽ ഒരു സഭയെ പണിയുന്നത് ഇറ്റ്സ് എ റെവലേഷൻ യു റിസീവ് ഫ്രം ദ ഫാദർ. പിതാവിൽ നിന്ന് ലഭിച്ച വെളിപ്പാടിൻ്റെ മേളില സഭയെ, പത്രോസിൻ്റെ മേളിൽ നിന്നല്ല, പിതാവിൽ നിന്ന് ലഭിച്ച വെളിപ്പാട് എന്ന അതിൻ്റെ മേളിൽ സഭയെ പണിയുന്നു. എന്നാൽ മലയുടെ മുകളിൽ പോകുന്ന എന്തിനാപ്പേ? യു ഹാവ് ടു റിസീവ് ദ റെവലേഷൻ ഫ്രം ദ ഫാദർ. യു ഹാവ് ടു റിസീവ് ദ റെവലേഷൻ ഫ്രം ജീസസ്. യേശുവിൽ നിന്ന് കർത്താവേ എന്നെ തന്നെ ഒന്ന് വെളിപ്പെടുത്തിയാട്ടെ. ലോർഡ്, ഐ വാണ്ട് ടു സീ യു ആൻഡ് ഹെൽപ്പ് മീ, ഓ ലോർഡ്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം നല്ലൊരു വാക്യമുണ്ട്. 2 Corinthians, 2 Corinthians chapter 3 and verse 13. We are not like Moses, who put a veil over his face to prevent the Israelites from seeing the end of what was passing away. മോശ മലയുടെ മേളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു വെയിൽ ധരിച്ച വന്നേ. ആദ്യം നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ അതിനകത്ത് പറയും, ഞാൻ ഓർക്കുന്നത് കർത്താവിൻ്റെ മഹത്വം അത്തരം, കർത്താവിൻ്റെ മഹത്വം ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രതിഫലിച്ചിട്ട് അത് കാണാതിരിപ്പാൻ തക്കോണം ഒരു വെയിൽ ധരിച്ചു. പക്ഷെ പുതിയ നിയമത്തിൽ പറയുന്നു, ആ വാക്യത്തിൽ പ്രകാരം പറയുന്നു, he put a veil over his face to prevent the Israelites from seeing the end of what was passing away. അഴിഞ്ഞു പോകുന്ന ചിലത്, അല്ല കാണാതെ പോകുന്ന ആ ഗ്ലോറി മങ്ങിപ്പോകുന്നത് ഇസ്രായേൽ മക്കൾ കാണാതിരിക്കാൻ വേണ്ടി ഒരു വെയിൽ ധരിച്ചു. എന്നിട്ട് അടുത്ത വാക്യം പറയുക, but their mind were made dull, for to this day the same veil remains when the old covenant is read. ആ സെയിം വെയിൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇത് ഞാൻ ആദ്യം പറഞ്ഞ വാക്യത്തിൽ മനസ്സ്, ഉദ്ദേശശുദ്ധി. അവരുടെ മൈൻഡ് ഡള്ളായിരുന്നു, അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ കാണിക്കാതിരിക്കാൻ. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുക, ആ വെയില് മോശ എടുത്ത് മാറ്റി കഴിഞ്ഞാലും ഇന്നും അതവിടെ കിടപ്പുണ്ട്. ബിക്കോസ് ദ മൈൻഡ് ഈസ് ഡൾ ഓഫ്, ബിക്കോസ് ദേ ഡോണ്ട് നോ വാട്ട് ഈസ് ഇൻസൈഡ് ദ ഹാർട്ട്. അപ്പോൾ എങ്ങനെയാണ് ഹൃദയത്തിൻ്റെ ശുദ്ധി? അത് പറയുക, ലാസ്റ്റ് 18ാമത്തെ വാക്യം, ആൻഡ് വി ഓൾ ഹു വിത്ത് അൺവെയിൽഡ് ഫേസസ്, നമ്മുടെ കർത്താവിലോട്ട് തിരിഞ്ഞപ്പോൾ നമ്മുടെ ആ മൂടുപടം മാറി. And we all with the unveiled faces contemplate the Lord's glory, are being transformed into his image with ever increasing glory. We all who with unveiled faces contemplate the Lord's glory. The word contemplate എന്ന് പറഞ്ഞാൽ യേശുവിനെ തന്നെ നോക്കുമ്പോൾ, മൂടുപടം നീങ്ങി ആ കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ, you see what was wrong in our hearts. We adjust, നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധി, ഒരു ശുദ്ധീകരണം നടക്കും. The only way for you to become like Jesus, ക്രിസ്തുവിനെ പോലെ ചിന്തയിലും നടപ്പിലും പ്രവൃത്തിയിലും ആയിത്തീരണമെങ്കിൽ you need to look at him. അതിനെ മലയുടെ മേളിൽ പോകുന്ന അവസ്ഥ. When you look at him, when you look at Jesus, അതുകൊണ്ട് 1 യോഹന്നാൻ 1 പറയുന്നു, യോഹന്നാൻ ഇപ്രകാരം 95 വയസ്സായ യോഹന്നാൻ വാർദ്ധക്യത്തിൽ എഴുതുമ്പോൾ പറയുക, that which was from the beginning, which we have seen with our eyes, that which we have heard with our ears, with which we have touched with our hands, this we proclaim about Christ. യോഹന്നാൻ പറയുക, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈ കൊണ്ട് തൊട്ടത്. that is the mountain experience. Mountain experience എന്ന് പറഞ്ഞാൽ എന്തുവാ? കർത്താവേ നിന്നെ കാണുവാൻ. എങ്ങനെ കാണുമെന്ന് പറഞ്ഞാൽ ഇമാജിനേഷനിൽ കാണുന്ന കാര്യമല്ല, പലപ്പോഴും ദൈവവചനത്തിൽ നിന്ന് വെളിപ്പെടുന്നത്. വെൻ യു റീഡ് ദ വേർഡ് ഓഫ് ദ ലോർഡ്, ആ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, യേശു എങ്ങനെയാണ് നടന്നത്, യേശു എങ്ങനെയാണ് സംസാരിച്ചത്, യേശു എങ്ങനെയാണ് പ്രവർത്തിച്ചത്, യേശു എങ്ങനെയാണ് ചിന്തിച്ചത്, യേശു എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, വാട്ട് വാസ് ഹിസ് ബിഹേവിയർ ലൈക്ക്, ഹൗ വാസ് ഹി. അങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യു ആർ ലുക്കിംഗ് അറ്റ് ജീസസ്. ഒരു കണ്ണാടിയിൽ കാണുന്ന പോലെ ക്രിസ്തുവെങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മൂടുപടം അഴിഞ്ഞിട്ട് മൂടുപടം ഇട്ടാണെങ്കിൽ യു വോണ്ട് ഗെറ്റ് ഇറ്റ്.
മൂടുപടം ഇട്ടാണ് ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കത്തില്ല. ക്രിസ്തുവിങ്കിലോട്ട് തിരിയുമ്പോൾ മൂടുപടം മാറുന്നു. ക്രിസ്തുവിനെ നോക്കുമ്പോൾ അവൻ എങ്ങനെയായിരുന്നു? ഓ, ഹി വാസ് സച്ച് എ ഹോളി പേഴ്സൺ വെൻ ഹി കേം ഇൻ ടു ദിസ് വേൾഡ്. ഈ ഭൂമിയിൽ 33 വർഷക്കാലം ജീവിച്ചപ്പോൾ എങ്ങനെയുള്ള ക്രിസ്തുവായിരുന്നു? വെൻ യു മെഡിറ്റേറ്റ് ഓൺ ദാറ്റ്, യു വിൽ ബി ട്രാൻസ്ഫോംഡ് ജസ്റ്റ് ലൈക്ക് ഹിം എന്ന തിരുവചനം പറയുന്നത്. ആ മൂടുപടം മാറി അവനെ നോക്കുമ്പോൾ ആ മൗണ്ടൻ്റെ മേളിൽ പോയി വെളിപ്പാട് ലഭിച്ച് then he is saying that go and build my house. എന്തോ go and build my house? ഓരോ പ്രദേശത്തും സഭ ഉണ്ടാക്കുന്ന നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു കോളിംഗ് ഉണ്ടാകത്തില്ല. പക്ഷേ അടുത്തേക്കുന്ന ഒരു വ്യക്തിയെ എൻകറേജ് ചെയ്യുക, അല്ലെങ്കിൽ അറിഞ്ഞപ്പെട്ട ദൈവത്തിൻ്റെ വചനം ഒരു ചാൻസ് കിട്ടുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി പറയുക, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഇടിവ് നീക്കുക. That is how you build the church. So my heart's desire this morning is that ക്രിസ്തു ആണ് എല്ലാത്തിൻ്റെയും റീസൺ. ഞാൻ 48 ഈ ഭൂമിയിൽ 48 വർഷം ജീവിച്ചു. ഞാൻ കണ്ടതിൻ്റെ സക്സസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഞാൻ പണ്ട് ഒത്തിരി ബുക്കുകൾ വായിക്കുമായിരുന്നു. എൻ്റെ ലൈബ്രറിയിൽ ഒരു മേ ബി മോർ ദാൻ 1000 ബുക്സ് ഉണ്ടാവും. ഒത്തിരി ബുക്കുകൾ വായിക്കുമായിരുന്നു ക്രിസ്തുവിനെ കുറിച്ചും ബൈബിളിനെ കുറിച്ചും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ all of these books are useless in a way, because the truth is in the scripture. The scripture is the only thing that gives you life. ജീവൻ തരുന്നത് ഒരൊറ്റ ബുക്കേ ഉള്ളൂ. ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയ ബുക്കല്ല, ക്രിസ്തുവിൻ്റെ ബുക്ക്. The thing which is revealed in this Bible gives you life, and he is the all in all. അപ്പോൾ ഏതൊരു ആവശ്യത്തിനും ഏതൊരു കാര്യത്തിനും the answer is Jesus. There is no other answer. There is no other name under the heaven on earth by which men must be saved. It's Jesus Christ, and on his name every knee shall bow, every tongue confess that he is alone is God. Hebraikil, he is the image of the invisible God. Devathe kananamo, you don't need to go anywhere else. It is Jesus. Yeshua, the divinity came in the bodily form. ആ ദൈവത്തിൻ്റെ ദിവ്യത്വം ഒരു ബോഡിയിലാക്കി കൺസ്യൂം ചെയ്താൽ അത് യേശുവ. ആ യേശുവിനെ ആഗ്രഹിക്കുന്നതും യേശുവിനെ സ്നേഹിക്കുന്നതും യേശുവിന് വേണ്ടി ജീവിക്കുന്നതും ഇറ്റ്സ് ദ സീക്രട്ട് ഓഫ് സക്സസ് ഫോർ എവ്രി സിംഗിൾ തിങ്. ഏതൊരു കാര്യത്തിലും, സാമ്പത്തികമോ ഈ ഭൂമിയിലുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ടല്ലോ, അത് വലിയ പ്രശ്നങ്ങളാണ്. പലപ്പോഴും അതിലൂടെ പോകുമ്പോൾ രോഗം, ദുഃഖം, മരണം, സാമ്പത്തികമായ കഷ്ടപ്പാടുകൾ, കുടുംബത്തിലുള്ള അനിശ്ചിതത്വം, കുഞ്ഞുങ്ങളിലുള്ള അനിശ്ചിതത്വം, ഇതിൻ്റെ എല്ലാം ഒരൊറ്റ ആൻസറേ ഉള്ളൂ. ദാറ്റ് ഇസ് ജീസസ്. ജീസസ്, ജീസസ്. ഹിസ് നെയിം ഹാസ് ഗോട്ട് ദ പവർ. If you just trust him, if you just lean on to him, if you believe in him, if you put your faith in him, Lord, I don't know tomorrow what is going to happen. നാളെ എന്തോ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. But I'm going to just lean upon Jesus. അതാ ഫെയ്ത്തിൻ്റെ അർത്ഥം. ഞാൻ പണ്ട് കാണാതെ പഠിക്കുമായിരുന്നു. Faith is the substance of the things not heard, but the evidence of the things, say faith is the substance of things that hope for, evidence of the things not seen. കാണാതെ പറഞ്ഞു. പക്ഷേ എന്തോ വിശ്വാസം എന്ന് പറഞ്ഞാൽ you can't explain it properly. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു മുട്ടിൽ ഈ സ്റ്റേജിൻ്റെ ഇതിൽ പോഡിയത്തിൽ ലീൻ ചെയ്യുന്നത് പോലെ, യാക്കോബിൻ്റെ എല്ല് വീക്കായപ്പോൾ he was leaning on a staff. That's faith, trusting upon Jesus. I can't stand by myself. ഞാൻ യേശുവിൽ ചാരിയ നിൽക്കുന്നത്. I am leaning upon Jesus, but if he moves away, I will fall down. ജീവിതത്തിൻ്റെ ഏതൊരു അവസ്ഥയിലും, രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ജോലിക്ക് പോകുമ്പോൾ തൊട്ട് എല്ലായിടത്തും ലെറ്റ് ക്രൈസ്റ്റ് ബി ദ സെൻറ്റർ ഓഫ് എവറിത്തിങ്. അങ്ങനെ ക്രിസ്തു തന്നെ സെൻറ്റർ ആകുമ്പോൾ, ക്രിസ്തുവിൽ തന്നെ നമ്മുടെ കണ്ണുകളാകുമ്പോൾ, വൺ ഡേ യു വിൽ ബി ട്രാൻസ്ഫോം ടു ബി ലൈക്ക് ജീസസ്. അതുകൊണ്ട് 1 യോഹന്നാൻ 3:2 പറയുന്നു, അവിടെ പ്രത്യാശ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്തുവാ പ്രത്യാശ? ഞാൻ പറഞ്ഞല്ലോ, പല വാക്യങ്ങൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ അത് സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ ഹോപ്പിൻ്റെ ഡെഫിനേഷൻ 1:3-2 പറയുന്നുണ്ട്. 1 യോഹന്നാൻ 3:2 പറയുന്നുണ്ട്, ദ ഹോപ്പ് ഇസ് ദാറ്റ് വെൻ ഹീ കംസ് ബാക്ക് you will become transformed like him, and those who have this hope continue to cleanseth themselves. ഈ ഒരു we shall be like him, and for we shall see him as he is. അടുത്ത വാക്യം, if you put the next verse, and every man or woman that has this hope in him purifieth himself even as he is pure. ജീവിക്കാൻ 70 വർഷമോ 80 വർഷമോ എവ്രി സിംഗിൾ ഡേ കർത്താവിൻ്റെ അടുത്തോട്ട് ഓടി വന്നിട്ട്, കർത്താവേ, ഷോ മീ ദ ഇൻറ്റൻറ്റ് ഓഫ് മൈ ഹാർട്ട്. ഹൃദയത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ ശുദ്ധി നീ ഒന്ന് കാണിക്കണമേ. എൻ്റെ ചിന്ത പറയും എല്ലാം, ഓ യു ആർ പെർഫെക്റ്റ്. പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ ശുദ്ധി, അത് ഹാർട്ട് ഈസ് എക്സ്ട്രീംലി ഡിസെപ്റ്റീവ്. ഗോ ടു ഹിം
and ask Him, Lord, purify me in this heart. And those who have this hope that one day when He comes, you'll be transformed, just like Jesus. That is our ultimate destiny. നമ്മുടെ പ്രത്യാശ, നമ്മുടെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി അങ്ങനെ യേശുവിനെ പോലെ ആയിത്തീരുന്ന ഈ വചനങ്ങൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഫാദർ, വി താങ്ക് യു. പിതാവേ, ഇന്നലെ പകലിനായ പാടത് വീണ്ടും വാഴ്ത്തുന്നു. യേശുവേ, അങ്ങയുടെ ഈ വചനത്തിൽ പറയുന്നത് പോലെ അങ്ങ് തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹമായി മാറുവാനിടയാകണമേ. ഈ ലോകത്തിൻ്റെ ചിന്തകളും പ്രശ്നങ്ങളും എല്ലാം അതിൻ്റെ സൈഡിലുണ്ട്. എന്നാൽ അങ്ങ് പറഞ്ഞു മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും. Lord, seek ye first the kingdom of God and all these things that you will add it. We only want to seek you, Lord Jesus, your kingdom, God. Kingdom of God is righteousness, joy and peace, Lord, according to your word. Help us to seek that, oh God. And I pray and bless this church, Lord. എല്ലാ വ്യക്തികളെയും ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ തക്കോണം. ക്രിസ്തുവിൻ്റെ ശക്തിയാൽ, ക്രിസ്തുവിൻ്റെ വചനത്താൽ ഹൃദയങ്ങളെല്ലാം നിറഞ്ഞ് കവിയുവാൻ തക്കോണം. ഈ നാളുകളിൽ കർത്താവ് വഴികളെ തുറക്കണമേ അപ്പാ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.